ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗൂഡല്ലൂർ എല്ലമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടതാണ് ഒരു വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ് പൂട്ടിപ്പോയ ഒരു ഫാക്ടറിയാണ്, ടീ ഫാക്ടറി. അപ്പം നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി നോക്കാം എങ്ങനെയാണെന്ന്. 300 വർഷം പഴക്കമുള്ളൊരു ഫാക്ടറിയാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത്. നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ ഫ്രണ്ട്സ്, കരിങ്കല്ലിലൊക്കെ പണിത് നല്ല വൃത്തിയായിട്ട് മനോഹരമായിട്ടും നിർമ്മിച്ചിരിക്കുന്ന ഒരു ഫാക്ടറിയാണിത്. തീർത്തും നശിച്ചു പോയൊരു സന്ദർഭത്തിലാണ്. ഈ മണിയൊക്കെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് സ്റ്റാഫുകളെ വിളിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ഒരു മണിയാണെന്ന് തോന്നുന്നു. നമുക്കിത് ചുറ്റുപാടൊന്ന് പോയി നോക്കാം. ഒരുപാട് മെഷീനറികളൊക്കെ ഉണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. നമുക്ക് നോക്കാം. തേയില പൊടിക്കുന്നോ എന്തോ ആണെന്ന് തോന്നുന്നു. വളരെയധികം പണം മുടക്കി ഉണ്ടാക്കിയ ഒരു ഫാക്ടറി ഇങ്ങനെ നശിച്ചു പോകുന്നത് കാണുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. എല്ലാം പോയി കിടക്കുകയാണ്. കയ്യെ കയറി നോക്കാം. ആരോ ഉണ്ടെന്ന് തോന്നുന്നു, ഒരു ഒച്ചപ്പാടൊക്കെ കേൾക്കുന്നുണ്ട്. സ്റ്റാഫുകൾ, നമുക്ക് അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കാം. അങ്ങനെ പോയി ഇവിടെ ഒരു സ്റ്റാഫുണ്ട്, നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇതൊക്കെയാണ് ഇതിൻ്റെ. ഇവിടെയാണോ പൊടിക്കലുണ്ടായിരുന്നത് ചേട്ടാ? ഇതെന്ത് റൂമാ? ഗ്രീൻ ടീ അല്ലേ? ചേട്ടൻ്റെ പേരെന്താ? ബാബു. ഇവിടെയാണോ താമസം? ഇവിടെ ജോലിക്ക് പണ്ട് തൊട്ടേ എവിടെയായിരുന്നു, അല്ലെങ്കിൽ ഈ അടുത്ത് എന്തെങ്കിലും ഇതായിട്ട് കയറിയതാണോ? പണ്ട് തൊട്ടേ ഈ ഫാക്ടറിയിലെ ജോലിക്കാരനാണോ ചേട്ടൻ? ആണല്ലേ. 30 കൊല്ലമല്ലേ? ഇത് എത്ര വർഷം പഴക്കം ഉണ്ടാവും ഈ ഒരു ബിൽഡിങ്ങിന്? നമുക്ക് അറിയില്ല അല്ലേ? ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള അല്ലേ? പൂട്ടി പോയിട്ട് ഇപ്പം എത്ര വർഷമായി? ഇത് 25 കൊല്ലമായി. 25 വർഷം അല്ലേ? ശരി. പിന്നെ ചേട്ടൻ രാവിലെ വരും, വൈകുന്നേരം പോകും. രണ്ടാളുണ്ടാവും. ഓക്കെ, നമുക്ക് ഇതൊന്ന് കാണിച്ചു തരൂല്ലേ മൊത്തം? ഈ മൊത്തം ചുറ്റി കാണിക്കാം. ഉള്ളിൽ പോകാൻ പറ്റില്ലല്ലോ. ഉള്ളിൽ പോകാൻ പറ്റില്ല. കുഴപ്പമില്ല. ഫ്രണ്ട്സ്, നമുക്ക് ചേട്ടൻ്റെ പുറകെ ഒന്ന് പോയി നോക്കാം. വളരെയധികം കള്ളന്മാരുണ്ടാവും അല്ലേ? ശരി. അപ്പൊ സെക്യൂരിറ്റി ഇല്ലാത്തല്ലേ? സെക്യൂരിറ്റി ഇല്ലാഞ്ഞിട്ടും ഇത്ര സാധനം ഇവിടെ ഉണ്ടെങ്കിലേ കുറെ സാധനങ്ങൾ പോയാ ഇവിടുന്ന്. കൊണ്ടുപോയില്ലേ? ശരി. നല്ലൊരു ബിൽഡിംഗ് ആയിരുന്നില്ലേ ഇത്? ബ്രിട്ടീഷുകാര്. അല്ല, ഇവരുടെ എസ്റ്റേറ്റ് ഇവിടെ ഇല്ലേ? അപ്പം അവര് തേയില പുറത്ത് കൊടുക്കുമായിരിക്കും അല്ലേ? ശരി. ഇതൊക്കെയാണല്ലേ അതിൻ്റെ ബിൽഡിങ്. ചേട്ടൻ ഇവിടെ എത്ര വർഷമായി ഇപ്പൊ ജോലി തുടങ്ങിയിട്ട്? 40 കൊല്ലമായി. ശരി. ഇത്രയും നല്ല ബിൽഡിംഗ് ഒക്കെ നശിച്ചു പോയി. ഇതുപോലെ റിസോർട്ട് പോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലേ പറ്റൂല. ബ്രിട്ടീഷുകാരുടെ കഴിവ് തന്നെയാണ് ഇതൊക്കെ തന്നെ. അതുകൊണ്ടാണ് ബിൽഡിംഗ് ആയി. ഈ തൊഴിലാളി പ്രശ്നം കൊണ്ട് പൂട്ടിപ്പോയതാണോ ഇത്? യൂണിയന് ഒക്കെ ആയിരിക്കും അല്ലേ? ലോൺ അല്ലേ? അത് ശരി. എല്ലാം പൂട്ടിയിട്ടല്ലേ? നമുക്ക് ഉള്ളൊന്നും കാണാൻ തീരെ പറ്റൂല അല്ലേ? അവരുതാണത്? അവരാണ് നടത്തിയത്. നടത്തിയതല്ലേ? ഒരു സബായിട്ട് എപ്പോഴും ഉണ്ടാവും. സീപ്പറും ബജാറിൽ എപ്പോഴും ഉണ്ടാവും. അവിടെ പോയി ചോദിച്ചാൽ കംപ്ലീറ്റ് പറയും. ശരി. ഇതെൻ്റെ റൂമാണ്.
എത്രയോ പൈസേൻ്റെ സാധനം ഇപ്പോഴും ഇതിൻ്റെ അകത്ത് വേറെ കിടന്ന് നശിച്ചു പോവല്ലേ. ഒറ്റയ്ക്കുള്ളതാണ്. ആ ഹാ ഇത് കണ്ടിട്ടില്ല. ആ ഹാ പിന്നെ ഫസ്റ്റ് കാലത്തിൽ வந்து ഇത് கிடையாது. മറ്റേ കറണ്ടില്ലല്ലോ. കറണ്ടില്ല. ആ ഹാ കറണ്ടില്ലാത്തപ്പോൾ மேலே ஒரு டேங்க் ഉണ്ട്. ആ அதில் வெள்ளம் விட்டு வேறு പൈപ്പിൽ കൊണ്ടുവന്ന് ആ ഇൻഷുറൻസ് പൈപ്പ് ഡൈനാമോ ഒക്കെ ഇറക്കി അല്ലേ. കറണ്ട് ഇവിടെ തന്നെ കറണ്ട് ഉൽപ്പാദിപ്പിക്കും. ഇവിടെ തന്നെ ഉണ്ടാക്കി. ആ അപ്പം നല്ല ബുദ്ധിയുള്ള ആൾക്കാരായിരുന്നു. ആ ബുദ്ധി മാത്രം പോരാ, പൈസയും വേണം. അതെ. ആ ഇതല്ലേ അതിൻ്റെ ബാക്ക് സൈഡ്. ഇത് ഇതിൻ്റെ മാനേജ്മെൻ്റൊക്കെ എവിടെയുള്ളവരാ? എല്ലാം ബ്രിട്ടീഷുകാർ തന്നെയാ? അല്ല, മാനേജ്മെൻറ്റ് പോലെ ആരുമില്ല. ആരും ഇല്ലല്ലോ ഇപ്പോൾ ജീവിച്ചു. ഇപ്പോൾ തൊഴിലാളിയാണ്. തൊഴിലാളി. ആ അത് ശരി. അതാ പി കെ ഹംസ. PK ഹംസ അല്ലേ? ആ ഹാ മൂന്നാമതുണ്ട്. പക്ഷേ ബജാൽ എപ്പോഴും ഉണ്ടാവും. ആണല്ലേ? ആരെങ്കിലും വിളിച്ചാൽ പറയും. ആ ഹാ ഈ കാണുന്ന ഇതൊക്കെ എന്താണ് സംഭവം? ഇത് ആ തീറ്റ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഷീറ്റോ? ടീത്തൂൾ ആ ആ ആ അത് ശരി. ചായപ്പൊടി ചായപ്പൊടി. ആ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ആ ഗ്രേഡ് ആ ഒക്കെ. ഗ്രേഡ് തിരിച്ചിട്ടില്ലേ? ആ ആ അത് ശരി. അതൊക്കെയാണല്ലേ. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങോ? ഇതാണ് വർക്ക്ഷോപ്പ്. വർക്ക്ഷോപ്പില്ലേ? ആ ഇവിടുത്തെ എല്ലാ സാധനത്തിനും കേടൊക്കെ ആകുമ്പം അതെ അതെ. ഇവിടെ കൊണ്ടുപോയി നന്നാക്കും അല്ലേ? വർക്ക്ഷോപ്പ് വളരെ പ്രതാപകാലത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ആ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഉൾഭാഗം. കാണുന്നൊന്നുമില്ല. ഇതല്ലേ ഭക്ഷണം? എന്താ ഇതൊക്കെയാണ് അതിൻ്റെ പേര്. സീപോർട്ട് ആ സീ ഫോർട്ട് അല്ലേ? വർക്ക്ഷോപ്പ്. ഉൾഭാഗം അല്ലേ? ഓട്ടോമാറ്റിക്കാണ്. എല്ലാം ഓട്ടോമാറ്റിക് അല്ലേ? എല്ലാം വർക്കിംഗ് അല്ലേ? ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതുകൊണ്ട് എല്ലാം ഒറിജിനൽ സാധനമായിരിക്കും അല്ലേ? ഉടായ്പ തട്ടിപ്പൊന്നും പണ്ടില്ലല്ലോ അല്ലേ? ഓക്കെ 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 ഫ്രണ്ട്സ്, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ആ താങ്ക് യു. നമുക്ക് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലൂടെ കാണാം.